അതെ, നമ്മള് ഇതുവരെ ഹാൻഡ് എംബ്രോയിഡറി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ടൂൾ എന്തൊക്കെയാണെന്ന് പഠിച്ചു. ഇനി ഫസ്റ്റ് സ്റ്റിച്ച് എങ്ങനെ ചെയ്യാന്ന് നോക്കാം. ആദ്യത്തെ സ്റ്റിച്ചാണ് എന്ത്? റണ്ണിങ് സ്റ്റിച്ച്. അപ്പോൾ അതെങ്ങനെയാണ് തുന്നേണ്ടതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. കഴിഞ്ഞ വീഡിയോയില് നമ്മൾ എങ്ങനെയാണ് ഫ്രെയിം സെറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യാം, ഈ ഫ്രെയിമില് ഞാനിപ്പോ ബ്ലാക്ക് ക്ലോത്ത് ആയതുകൊണ്ടാണ് ഈ പെന്ന് യൂസ് ചെയ്തത്. നിങ്ങൾ വൈറ്റ് ക്ലോത്ത് ഒക്കെയാണ് എടുക്കുന്നതെങ്കിൽ പെൻസിൽ യൂസ് ചെയ്താലും മതിയാവും കേട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു ലൈൻ അങ്ങ് വരച്ചു കൊടുക്കുക. ഇതേപോലെ ഏകദേശം ഈ ഒരു വലുപ്പം മതി. നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പത്തിനാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നത്. നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ റണ്ണിങ് സ്റ്റിച്ചിന് ഏകദേശം 1 സെന്റിമീറ്റർ വലിപ്പം കൊടുക്കുക. നിങ്ങൾക്ക് മനസ്സിലാവാൻ പാകത്തിനാണ്, ചെറിയ മാർക്കിങ് മതിയേ. എന്നിട്ട് നമ്മൾ സൂചിയിൽ നൂല് കോർത്തിട്ട് എന്ത് ചെയ്യുക, അടിഭാഗത്തൊരു കുഞ്ഞു കെട്ടൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുണ്ടോ, കറക്റ്റ് അറ്റത്ത് നമ്മൾ കൊത്തിയിട്ട് അടിയിൽ നിന്ന് കുത്തിയിട്ട് മുകളിലേക്ക് എടുക്കുക. അപ്പൊ നമ്മൾ ഓൾറെഡി കെട്ടിട്ടത് കൊണ്ട് അത് അവിടെ അങ്ങ് നിൽക്കും. എന്നിട്ട് ഇവിടെ നിന്ന് ഈ ഫസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്ത് ഈ 1 ഇഞ്ചിൽ നിന്ന് താഴോട്ടേക്ക് കുത്തുക. എന്നിട്ട് അടുത്ത പോയിന്റിൽ നിന്ന് മുകളിലോട്ടേക്ക് എടുക്കുക. എന്നിട്ട് തൊട്ടടുത്ത പോയിന്റിൽ നിന്ന് വീണ്ടും താഴോട്ടേക്ക് എടുക്കുന്നു. എന്നിട്ട് തൊട്ടടുത്ത പോയിന്റിൽ നിന്നിട്ട് ഇതേപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒന്നിച്ച് വലിക്കുക, അതല്ലെങ്കിൽ ഇതേപോലെ താഴോട്ടേക്ക് എടുക്കുക ഫസ്റ്റ്. എന്നിട്ട് മുകളിലേക്ക് എടുക്കുക, വീണ്ടും താഴോട്ടേക്ക് എടുക്കുക. ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ മറ്റേതാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, കുറച്ചുകൂടെ സ്പീഡിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. പിന്നെ നിങ്ങളിത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതേപോലെ മാർക്കിങ്സ് കൊടുക്കാതെ ചെയ്യാൻ പറ്റൂ എളുപ്പത്തിൽ. തമ്മിൽ തുല്യ അളവിൽ വരുമ്പോൾ മാത്രമേ ആ റണ്ണിങ് സ്റ്റിച്ചിന് അതിന്റെ യഥാർത്ഥ ഫിനിഷിങ് ഉണ്ടാവുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഫസ്റ്റ് പഠിക്കാൻ മാത്രം ഇങ്ങനെ മാർക്ക് ചെയ്ത് ചെയ്യുക. പിന്നെ നമുക്ക് ഏകദേശം കണ്ണുകൊണ്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് തമ്മിലുള്ള അകലം കറക്റ്റ് ആണോ, കൂടിപ്പോയോ കുറഞ്ഞു പോയോ എന്നൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് മനസ്സിലായി തുടങ്ങും. അപ്പൊ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ചെയ്തു പോവാട്ടോ. അപ്പോൾ നിങ്ങൾ ഇതേപോലെ വർക്കൊക്കെ ചെയ്തിട്ട് എനിക്ക് ഫോട്ടോ അയച്ചു തരിക. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന സ്റ്റിച്ചാട്ടോ. എന്നിട്ട് ഈ ഭാഗത്ത് ഇതേപോലെ ഇതിന്റെ അടിഭാഗവും മുകൾ ഭാഗവും ഒരേപോലെ ഉണ്ടാവും കേട്ടോ. വെച്ച് ഇവിടെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ഒക്കെ തുന്നി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ഒരു മോട്ടീഫ് ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ.